ക്ഷമിക്കണം, ഇതായിരുന്നില്ലല്ലോ എന്റെ കഥയുടെ പശ്ചാത്തലം. ഏകാന്തമായ കടൽ തീരത്ത് തിരയുമെണ്ണി ഒറ്റയ്ക്കിരിക്കുന്ന ഈ വ്യക്തി, ഇദ്ദേഹമാണ് എന്റെ കഥയുടെ നായകൻ. ദേവേട്ടൻ വന്നിട്ട് ഒരുപാട് നേരമായോ? കുറച്ചു നേരമായി. ദേവേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു. വേറെന്ത് പറഞ്ഞു? വേറെന്ത് പറയാൻ, എന്നും പറയാറുള്ള തന്നെ. മദ്യപാനം കൂടുന്നു, സിഗരറ്റ് വലി കൂടുന്നു, കൂട്ടുകെട്ട്, സമയത്ത് മരുന്ന് കഴിക്കുന്നില്ല, എന്നും വൈകി വീട്ടിലെത്തുന്നു, പരിഭവങ്ങൾ മാത്രം. റജി, സ്വന്തം നിഴലിനെ മറയ്ക്കാൻ മാത്രം വിഡ്ഢിയല്ല ഈ ദേവൻ. ദേവാ, നിൽക്കൂ, ഒന്ന് നിൽക്കൂ. ആരാ ആരാ നീ? എന്നെ അറിയില്ലേ? ഈ കഥയുടെ രചയിതാവാണ് ഞാൻ. ദേവാ, ഞാൻ സൃഷ്ടിച്ച കഥാപാത്രമാണ് നീ. അതിന് നിന്റെ ചിന്ത പലപ്പോഴും അതിര് കിടക്കുന്നു. എന്റെ തൂലികയുടെ ശക്തിക്ക് പോലും നിന്നെ നിയന്ത്രിക്കാനാകുന്നില്ല. നീ വെറുമൊരു കഥാപാത്രമാണെന്നുള്ള ചിന്ത പലപ്പോഴും മറക്കുന്നു. എനിക്കറിയാം. കഥാകാരനല്ലേ? അതെ, എന്നെ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? തീർച്ചയായും. ക്ഷമിക്കണം, എന്റെ കഥയ്ക്കുള്ളിൽ കടക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. പക്ഷെ വേണ്ടി വന്നു. ഇനി എന്താണ് ഈ കഥയുടെ പരിണാമം? എങ്ങനെ അവസാനിക്കും? എനിക്കും ആശങ്കയുണ്ട്. ദേവൻ എന്ന കഥാപാത്രം എന്റെ ഭാവനയ്ക്കും അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. എന്തായാലും നിങ്ങൾ സൂക്ഷിക്കണം. ദേവാ, ഇവിടെ എന്താണ് ചെയ്യാനുള്ളതെന്ന് വീണ്ടും ഞാൻ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എന്തിനു വേണ്ടിയാ നീ കാത്തിരിക്കുന്നത്? വിപ്ലവത്തിലൂടെ നീ നേടിയെടുത്ത നിന്റെ ഭാര്യയെ മറ്റൊരുത്തന്റെ കിടക്കയിൽ കാണുന്ന ആ ദിവസത്തിന് വേണ്ടിയോ? ദേവാ, നിൽക്കുക, നിൽക്കാൻ. ദേവാ, ഡോണ്ട് ബി സില്ലി. നീ ഒരു കഥാപാത്രമല്ലേ? വെറും കഥാപാത്രം. ഞാൻ വെറും ഒരു കഥാപാത്രം മാത്രമാണല്ലേ? വെറും കഥാപാത്രം. നീയൊക്കെ ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കാനും, കരയാൻ പറയുമ്പോൾ കരയാനും, കൊല്ലാൻ പറയുമ്പോൾ കൊല്ലാനും, ചാകാൻ കൽപ്പിക്കുമ്പോൾ ചാകാനുമുള്ള ജീവനുള്ള കളിപ്പാവകൾ അല്ലേ? ദേവാ, കഥാകാരന്റെ ഭാവനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് കഥാപാത്രത്തിന്റെ കർത്തവ്യമാണ്. ആയിരിക്കാം. പക്ഷേ സർഗകല എന്ന പേരിൽ ക്ഷണികമായ ആഡംബരത്തിനും ഭ്രമത്തിനും വേണ്ടി നീയൊക്കെ ഞങ്ങളെ ബലിയാടാക്കും അല്ലേ? ദേവാ, ദേവാ, ഞാൻ നിന്റെ സൃഷ്ടാവാണ്. എന്റെ തൂലിക തുമ്പിലെ തുടിക്കുന്ന ജീവനാണ് നീ. നോ, അല്ല. ദ്രവിച്ച് നശിച്ച നിന്റെയൊക്കെ തലച്ചോറിന്റെ നശിച്ച ചിന്തയുടെ ചാരം മാത്രമാണ് ഞങ്ങൾ കഥാപാത്രങ്ങൾ. ദേവാ, അതെന്റെ തൂലികയുടെ അനിവാര്യതയാണ്. നിന്റെ തൂലിക സത്യസന്ധമായി മനസ്സിൽ തൊട്ട് മനസാക്ഷിയോട് ചോദിച്ച് നിനക്കൊക്കെ സൃഷ്ടി നടത്താൻ പ്രാപ്തി വരുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ നിന്നെ തേടി വരും, നിന്നെ തേടി വരും. അതുവരെ കാത്തിരിക്കുന്നേ. കഥാപാത്രത്തെ നഷ്ടപ്പെട്ട കഥാകാരൻ ഇന്നും ഈ തീരത്ത് കാത്തിരിക്കുന്നു. തൻ്റെ തൂലികത്തുമ്പിൽ പിറന്നു വീണ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ ഇനി എന്നെങ്കിലും ഒരിക്കൽ തന്നെ തേടി വരുന്നതും കാത്ത്.